യുദ്ധം എപ്പോഴും വലിയ വലിയ നാശനഷ്ടങ്ങൾക്ക് മാത്രമേ ഇട നൽകിയിട്ടുള്ളൂ. മരിച്ചു വീഴുന്നവരാകട്ടെ സാധാരണപ്പെട്ട ജനങ്ങളും ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും. കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത് 1114 സാധാരണക്കാരാണ് എന്നാണ് അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ 183 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും 10 വയസ്സിന് താഴെയുള്ളവരാണ് എന്നത് യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് 900 മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് സംഘടന ഇപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട സാധാരണക്കാരുടെ കേന്ദ്രങ്ങളും വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു ഹൈസ്കൂളും നിരവധി ക്ലിനിക്കുകളും മെഡിക്കൽ കേന്ദ്രങ്ങളും തകർന്നവയിൽ ഉൾപ്പെടുന്നുവെന്നും HRAN കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാനിൽ 1190 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. നിലവിലെ യുദ്ധത്തിലെ മരണസംഖ്യ ദിവസങ്ങൾക്കകം തന്നെ ആ സംഖ്യയോട് അടുക്കുകയാണ് എന്നത് വലിയ ആശങ്കയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നതും. മറുവശത്ത് ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ മിഡിൽ ഈസ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ 6 അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഭരണകൂടങ്ങളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. യുദ്ധം എപ്പോഴും നാശങ്ങൾ മാത്രമേ വിതച്ചിട്ടുള്ളൂ എന്ന് ഓരോ യുദ്ധങ്ങളും നമ്മെ പഠിപ്പിച്ചതാണ്. എന്നാലും വീണ്ടും വീണ്ടും യുദ്ധക്കൊതി കൂടുകയാണ്. മരിച്ചു വീഴുന്നവരെല്ലാം സാധാരണപ്പെട്ട ജനങ്ങളും എട്ടും പൊട്ടും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും. ലോകത്തിന് സമാധാനമുണ്ടാകാൻ നമുക്കും പ്രാർത്ഥിക്കാം.